ആ ചേച്ചി. നീ എത്തിയോ? എന്താ ചേച്ചി എന്ത് പറ്റി പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ചെറിയൊരു കാര്യമുണ്ട്, അതിന് നിന്നോട് വരാൻ പറഞ്ഞത്. എന്താ എന്ത് പറ്റി? നീ ഇങ്ങോട്ട് കയറുക, പറയാം. എവിടെ പുതുപ്പെണ്ണൊക്കെ എവിടെ? ഈ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു കെട്ടിയത്. എടി നമുക്ക് എന്തൊക്കെയോ തല കയറാനൊക്കെ പെശമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ മാനസികാസുഖമുള്ള കൊച്ചാണ്. എവിടേക്കോ ഒരു തകരാറുള്ള പോലെ അവിടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? കല്യാണത്തിന് കണ്ടപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നിയില്ലല്ലോ. ഇപ്പം എന്താ അങ്ങനെ തോന്നാൻ? എടി അപ്പോൾ പ്രശ്നമുള്ളതായിട്ട് എനിക്കും തോന്നിയില്ല. പക്ഷെ ഇപ്പം എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവളെന്തിയെ? ഇവിടെയുണ്ട്, ഞാനിപ്പോൾ വിളിക്കാം. ലക്ഷ്മി, ലക്ഷ്മി. എന്താ വിളിച്ചേ? മോളെ, ഇത് നമ്മുടെ അയൽവാസി, അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ മോളുടെയൊക്കെ കല്യാണത്തിനാന്ന് പറഞ്ഞാൽ തലേ ദിവസവും പിറ്റേ ദിവസവും എല്ലാ ദിവസവും ഇവിടെ ഒരുപോലെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. മോളെ, എൻ്റെ പേര് സുധ. സുധ സിദ്ധാർത്ഥനല്ലേ? എനിക്കറിയാം. അതെന്ന് ചേട്ടൻ്റെ പേരും എൻ്റെ പേരും ഒക്കെ അറിയാം. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, സുധാമണി സിദ്ധാർത്ഥ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ എല്ലാ കല്യാണത്തിനും പോകുന്നിട്ട് അവിടെ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ അവരുടെ വീട്ടിലെ ഓടാത്ത ക്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ചേച്ചി അറിയാം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞതാ, അമ്മ മറന്നുപോയതാ. അമ്മ ഓർക്കുന്നുണ്ടോ ഞങ്ങളുടെ കല്യാണാൽബം വന്ന ദിവസം? ഈ അമ്മ മറന്നുപോയത് ചേച്ചി. ഞങ്ങളുടെ കല്യാണാൽബം കിട്ടിയ ദിവസം അമ്മ ഫോട്ടോ കാണിച്ച ചേച്ചിയെ പരിചയപ്പെടുത്തി തന്നേ. അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായത്. അതെ ചേച്ചി, ഇനി കൊടുക്കുമ്പോഴേ പേരെഴുതാതെ കൊടുത്താൽ മതി. ചേച്ചി പേരെഴുതി കൊടുത്തോണ്ടാ ഞങ്ങൾ അറിഞ്ഞത്, അമ്മ കണ്ടുപിടിച്ചത്. ചേച്ചി ഇനി കൊടുത്തു, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പേരെഴുതാതെ കൊടുക്കണമെന്നേ ഉള്ളൂ. എടി ഇവള് വെറുതെ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി